ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തെ ഒരു കപ്പലിനോട് ഉപമിച്ചാൽ നിങ്ങളാണ് അതിൻ്റെ കപ്പിത്താൻ. നിങ്ങളുടെ മനസ്സിലെ ചിന്തകളാണ് അതിൻ്റെ ശക്തി സ്രോതസ്. പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് നിങ്ങളെ നയിക്കുന്നതെങ്കിൽ ആ കപ്പൽ മനോഹരമായ തീരത്ത് സുരക്ഷിതമായി ചെന്നെത്തും. മറിച്ച് നിഷേധാത്മകമായ ചിന്തകളാണ് നിങ്ങളെ നയിക്കുന്നതെങ്കിൽ, പരാജയ ഭീതിയാണ് നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ, ആ കപ്പൽ കൊടുങ്കാറ്റിലും പേമാരിയിലും പെട്ട് ആടി ഉലയുക തന്നെ ചെയ്യും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, മനസ്സിലെപ്പോഴും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ആയി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കുക. നമ്മൾ കോൺസ്റ്റിറ്റ്വൻ്റ് അസംബ്ലിയെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ചു. വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്വൻ്റ് അസംബ്ലി? കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് ബോഡിയായ കോൺസ്റ്റിറ്റ്വൻ്റ് അസംബ്ലി എന്താണ്? ഇറ്റ്സ് എ സ്ട്രക്ചർ. മെമ്പേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്വൻ്റ് അസംബ്ലി ബിഫോർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ആഫ്റ്റർ പാർട്ടീഷൻ, മെത്തേഡ് ഓഫ് ഇലക്റ്റിംഗ് ഓർ സെലക്ടിംഗ് മെമ്പേഴ്സ്, number of total members, number of Malayali members, number of women members, all these are studied in detailed in previous video class. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ കൂട്ടുകാരെ, ടുഡേ we are going to study about salient features of Indian Constitution. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു, ഇല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കി അത് എനാക്ട് ചെയ്ത് അത് അഡോപ്റ്റ് ചെയ്യുക മാത്രമല്ല, എൻഫോഴ്സ് ചെയ്യുകയും ചെയ്തു, അത് നിലവിൽ വരികയും ചെയ്തു. ആ ഡേറ്റ്സ് ഒക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചു ദി ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് റിലേറ്റിംഗ് ടു കോൺസ്റ്റിറ്റ്വൻ്റ് അസംബ്ലി, ഇമ്പോർട്ടൻസ് ഡേറ്റ്സ് റിലേറ്റിംഗ് ടു കോൺസ്റ്റിറ്റ്വൻ്റ് അസംബ്ലി. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി പഠിച്ചു. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സേലിയൻറ്റ് ഫീച്ചേഴ്സ്, പ്രധാന സവിശേഷതകളിലേക്ക് പോകാം. ഇത് ഒരു 2 വീഡിയോ ക്ലാസ്സുകളിലായിട്ടാണ് സേലിയൻറ്റ് ഫീച്ചേഴ്സ് പഠിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് മൂന്നാമതൊരു വീഡിയോ ക്ലാസ്സിൽ പതിവ് പോലെ ഈ പഠിച്ച ടോപ്പിക്കിൽ നിന്നുള്ള വിശദമായിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്, ഒരു റിവിഷനാണ് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിലും അങ്ങനെ തന്നെ ആയിരുന്നു. കോൺസ്റ്റിറ്റ്വൻ്റ് അസംബ്ലിയെക്കുറിച്ച് 2 വീഡിയോ ക്ലാസ്സുകളും അതിൻ്റെ അനുബന്ധമായി അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും നമ്മൾ നടത്തി കഴിഞ്ഞു. ഇന്നും അതുപോലെ തന്നെയാണ്. നമുക്ക് തുടങ്ങാം. സേലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സവിശേഷതകൾ, പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ നോക്കൂ, ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള, ദൈർഘ്യമുള്ള, ബൃഹത്തായ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ദി ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ബൾക്കിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി വേൾഡ്. ലോകത്തിലെ ഏറ്റവും വിപുലമായ കോൺസ്റ്റിറ്റ്യൂഷനാണ്. നോക്കൂ, ഇറ്റ് ഈസ് വെരി കോംപ്രിഹെൻസീവ്, എലാബറേറ്റ് ആൻഡ് ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വെരി കോംപ്രിഹെൻസീവ്, എലാബറേറ്റ് ആൻഡ് ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റ്. വളരെ വിശാലമായിട്ട് ഇതിൽ കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. വളരെ 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 വിപുലമായി തന്നെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ട് ഇത്രയും ലെങ്തിയസ്റ്റായി മാറി, ഇത്ര ബൾക്കിയസ്റ്റായി മാറി, ഇങ്ങനൊരു എലിഫൻ്റെയും സൈസിലേക്ക് പോകാൻ കാരണമെന്ത്? നമുക്ക് ഈ പോയിന്റിൽ പഠിക്കാം. നോക്കൂ നിങ്ങൾ, ഇറ്റ് ഈസ് വെരി കോംപ്രിഹെൻസീവ്, എലാബറേറ്റ് ആൻഡ് ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നു. ഒറിജിനലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൺസിസ്റ്റഡ് ഓഫ് എ പ്രിയാമ്പിൾ, 22 പാർട്സ്, 8 ഷെഡ്യൂൾസ് ആൻഡ് 395 ആർട്ടിക്കിൾസ്. ഇത് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ കൺസിസ്റ്റഡ് ഓഫ് എ പ്രിയാമ്പിൾ, 22 പാർട്സ്, 8 ഷെഡ്യൂൾസ് ആൻഡ് 395 ആർട്ടിക്കിൾസ്. ഇത്രയും കാര്യങ്ങളുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ. ഭരണഘടന നിലവിൽ വന്ന സമയം മറക്കരുത്. അങ്ങനെയാണെങ്കിൽ അറ്റ് പ്രസൻറ്റ് ഇതിൻ്റെ പൊസിഷൻ എന്താണ്? നിലവിലാണെങ്കിൽ നോക്കൂ, പ്രസൻ്റ്ലി എ പ്രിയാമ്പിൾ, 25 parts, 12 schedules and
470+ ആർട്ടിക്കിൾസ്. നോക്കൂ, ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള മാറ്റം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പ്രിയാമ്പിൾ ഒന്നുണ്ടായിരുന്നത്, ഒരു മാറ്റവുമില്ല, ഇപ്പോഴും ഒരു പ്രിയാമ്പിൾ, ആമുഖം. നമ്മൾ വിശദമായി അടുത്ത ക്ലാസ്സിൽ പഠിക്കും എന്താണ് പ്രിയാമ്പിൾ എന്ന്. അപ്പോൾ ഇത് രണ്ട് ഇപ്പം നിങ്ങൾ പഠിക്കണം. ഈ രണ്ട് തന്നിരിക്കുന്ന ഈ ഡേറ്റ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ എ പ്രിയാമ്പിൾ, 22 parts, 8 schedules and 395 articles. But at present, Indian Constitution consists of a preamble, മാറ്റമില്ല. 25 parts മാറ്റമുണ്ട്. 22 പാർട്സിൽ നിന്ന് 25 പാർട്സിലേക്ക് മാറി. എങ്ങനെ മാറി എന്ന് ഞാൻ പറയാൻ പോവുകയാണ്. ഇനി 12 ഷെഡ്യൂൾസ്, നേരത്തെ അങ്ങനെ ആയിരുന്നില്ലല്ലോ, 8 ഷെഡ്യൂളേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത് 12 ഷെഡ്യൂളായി മാറി. ആർട്ടിക്കിൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. 395 ആയിരുന്നത് 470+ ആയി മാറിയിരിക്കുന്നു നിലവിലെ സാഹചര്യം. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ 22 പാർട്സ് 25 പാർട്സായി മാറി, എങ്ങനെ 8 ഷെഡ്യൂൾസ് 12 ഷെഡ്യൂളായി മാറി. ആർട്ടിക്കിളിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പോഴൊന്ന് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളുക. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്പർ ഓഫ് പാർട്സ് എന്ന് പറയുന്നത് 22 ആണ്. അറ്റ് പ്രസൻറ്റ് ദർ ആർ 25 പാർട്സ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഞാൻ പറയുന്നത് ശ്രദ്ധാപൂർവ്വം കേൾക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരു ഭാഗത്തെ ഒഴിവാക്കുകയും 4 ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു. ഒരു ഭാഗത്തെ ഒഴിവാക്കുകയും 4 ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഒഴിവാക്കിയ ഭാഗമേത്, കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗമേത്, നിർബന്ധമായും ഇവിടെ നിങ്ങൾ പഠിക്കണം. നോക്കൂ, part of Indian Constitution which was eliminated from original Constitution അല്ലെങ്കിൽ eliminated from the Constitution, ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഒരു ഭാഗമേതാണ്? The part of Indian Constitution which was deleted or eliminated from the Constitution ഏതാണ്? പാർട്ട് 7. മറക്കാതിരിക്കുക, പാർട്ട് 7. അവിടെ ഒരു ചോദ്യം കൂടെ പഠിക്കുക. പാർട്ട് 7 വാസ് എലിമിനേറ്റഡ് ഫ്രം ദി കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ വിച്ച് അമെൻമെൻറ്റ് ആക്ട്? ഏതു ഭേദഗതിയിലൂടെ? ചുമ്മാ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഭരണഘടനയിൽ എന്തെങ്കിലും ഉൾപ്പെടുത്തണമെങ്കിലോ എന്തെങ്കിലും ഒഴിവാക്കണമെങ്കിലോ നിലവിലുള്ളതിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻ വരുത്തണമെങ്കിലോ അമെൻമെൻറ്റ് ആക്ട് മസ്റ്റ് ബി പാസ്ഡ് ഇൻ ദി പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഭേദഗതി നിയമം പാസ്സാക്കിയേ മതിയാകൂ. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു ഭേദഗതി നിയമത്തിലൂടെയാണ് 7th പാർട്ടിനെ ഡിലീറ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഏതു ഭേദഗതിയിലൂടെ? 7th പാർട്ട് വാസ് ഡിലീറ്റഡ് ഫ്രം ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അണ്ടർ വിച്ച് അമെൻമെൻറ്റ് ആക്ട്? ഓർക്കാൻ വളരെ എളുപ്പമാണ്, 7th അമെൻമെൻറ്റ് ആക്ട് തന്നെയാണ്. ഓർക്കാൻ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും അത് മായൂല. കാരണം 7ാം ഭാഗത്തെ ഒഴിവാക്കിയത് 7ാം ഭരണഘടനാ ഭേദഗതി ഇയർ കൂടി ഓർത്തോളുക, ഇൻ ദി ഇയർ 1956. അപ്പോൾ 7th പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഡിലീറ്റഡ് അണ്ടർ 7th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1956. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്ത് സാഹചര്യത്തിലാണ് ഇതിനെ ഒഴിവാക്കിയത്? എന്തിനാണിത് ഒഴിവാക്കിയത്? ഒഴിവാക്കിയതിൻ്റെ കാരണവും കൂടി നിങ്ങൾ ഓർക്കുക. 7th പാർട്ട് ഡീൽസ് വിത്ത് ലിസ്റ്റ് ഓഫ് ഓൾഡ് സ്റ്റേറ്റ്സ്. പഴയ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റുകൾ അടങ്ങിയിരുന്ന ഭാഗമാണ് 7ാം ഭാഗം. പഴയ സംസ്ഥാനങ്ങൾക്ക് പ്രസക്തിയില്ലാതായി മാറിയത് എപ്പോഴാണ്? ഇൻ ദി ഇയർ 1956 November 1. ആ ഡേറ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഓർക്കണം, 1956 November 1 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് വാസ് പാസ്ഡ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ്. ഇന്ത്യയിൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 1956 November 1. ആ ഡേറ്റുകളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ അങ്ങനെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് നിലവിൽ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? 14 സ്റ്റേറ്റ്സ് ആൻഡ് 6 യൂണിയൻ ടെറിട്ടറീസ് വെയർ ഫോംഡ്. ഇന്ത്യയിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ഇന്ത്യൻ യൂണിയൻ വരികയാണ്.
അപ്പം പഴയ സംസ്ഥാനങ്ങൾക്ക് പ്രസക്തി ഇല്ലാതായി മാറി. നിങ്ങൾ ഓർത്തു നോക്കൂ, പണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് എങ്ങനെയാണ്? ബോംബെ സ്റ്റേറ്റ്, മദ്രാസ് സ്റ്റേറ്റ്, ഹൈദരാബാദ് സ്റ്റേറ്റ്, അതൊക്കെ ഇപ്പോൾ ഉണ്ടോ? അതൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു. അങ്ങനെയുള്ള സ്റ്റേറ്റുകളെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നാണ് ഏഴാം ഭാഗം. ഏഴാം ഭാഗത്തിന് പ്രസക്തിയുണ്ടോ? ഇല്ല. അപ്പോൾ ഈ 7th part was deleted from the Constitution of India under 7th Amendment Act of 1956. Why? എന്തുകൊണ്ടാണ്? നമുക്ക് അറിയാം, അതായത് 14 states and 14 new states and 6 new union territories were formed under State Reorganization Act of 1956. Such act came into force in 1956 November 1st. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ 7th പാർട്ട് പോയി, ഡിലീറ്റ് ചെയ്ത പാർട്ട്. വാസ്തവത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, 2 പാർട്ടിനെയാണ് ശരിക്കും ഒഴിവാക്കിയത്. 9th പാർട്ടും ഇതുപോലെയായിരുന്നു. 9th പാർട്ടിനെയും ഒഴിവാക്കി. 9th-ലും 7th-ലും ഒക്കെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. 9th പാർട്ട് ഒഴിവാക്കിയെങ്കിലും ഇപ്പോൾ നമ്മൾ 9th പാർട്ട് ഒഴിവാക്കപ്പെട്ടിട്ടില്ല. കാരണം 9th പാർട്ട് ഇങ്ങനെ ഒഴിവാക്കിയിരുന്നതിൽ പഞ്ചായത്ത് രാജ് വന്നു ചേർന്നു. പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 9th പാർട്ടാണ്. അപ്പോൾ 7ഉം പിന്നെ 9ഉം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. 7 ഇപ്പോഴും ഒഴിഞ്ഞു കിടപ്പുണ്ട്. ആ ഒഴിഞ്ഞു കിടന്ന 9ാം ഭാഗത്താണ് പഞ്ചായത്ത് രാജിന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതിയൊക്കെ നമ്മൾ ഇനി പഠിക്കും. 73rd അമെൻമെൻറ്റ്. ആ 73rd അമെൻമെൻറ്റ് ആക്ട് ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് ആക്ട് എന്നറിയപ്പെടുന്ന അമെൻമെൻറ്റാണ്. അത് പാസ്സാക്കി അതിലൂടെ പഞ്ചായത്തിന് ഈ ഒഴിഞ്ഞു കിടന്ന 9th പാർട്ടിൽ ഉൾപ്പെടുത്തി. അപ്പം 9th പാർട്ട് ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴില്ലാത്ത ഒരു പാർട്ടേ ഉള്ളൂ, 7th പാർട്ട്. അപ്പോൾ ഒരെണ്ണം ഒഴിവായി. ഇനി 4 പാർട്ട് കൂട്ടിച്ചേർത്തു. നിർബന്ധമായും അറിഞ്ഞിരിക്കണം, ഇന്ത്യൻ ഭരണഘടനയിൽ പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ട 4 ഭാഗങ്ങൾ. അത് ഒരു യൂണിറ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. ഞാൻ വ്യക്തമായി പറയാം. 1 പാർട്ട് 4A. പാർട്ട് 4A ആർട്ടിക്കിളും കൂടെ ഓർത്താൽ നന്നായിരിക്കും. ആർട്ടിക്കിൾ 51A എന്താ? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അപ്പോൾ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകൾ, മൗലിക ചുമതലകൾ, മൗലിക കർത്തവ്യങ്ങൾ ഓൾ ആർ സെയിം. പക്ഷേ ഇംഗ്ലീഷ് ഒറ്റ വാക്കേ ഉള്ളൂ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനൊരു ചാപ്റ്റർ ഇല്ലായിരുന്നു. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വെയർ ആഡഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ വിച്ച് അമെൻമെൻറ്റ് ആക്ട്? ഈ പാർട്ട് 4A പുതുതായിട്ട് വന്നു. നോക്കൂ, 4, 5, 6 അങ്ങനെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ ഏതെങ്കിലും ഒരു പാർട്ടിൻ്റെ കൂടെ എ എന്നൊക്കെ പറഞ്ഞ് കൂട്ടിച്ചേർക്കുന്നത്. കാരണം അങ്ങനെയല്ലേ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അഡീഷണലായിട്ട് വന്നതാണ്. പാർട്ട് 4A വാസ് ആഡഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ വിച്ച് അമെൻമെൻറ്റ് ആക്ട്? പാർട്ട് 4A എന്താണ് ഡീൽ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഏത് ആർട്ടിക്കിളിലാണ്? 51A. ആർട്ടിക്കിൾ 51A. ഇതെല്ലാം ഉൾപ്പെടുത്തിയ അമെൻമെൻറ്റ് ആക്ട് ഏതാണ്? 42nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976. ഒരു കാരണവശാലും മറക്കരുത്. 46 അമെൻമെൻറ്റ് ആക്ടിനെ കുറിച്ചൊക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന് പറയുന്ന പോർഷൻ എടുക്കുമ്പം വിശദമായി തന്നെ നമുക്ക് പഠിക്കാം. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു അമെൻമെൻറ്റാണ്. അത് നമുക്ക് വിശദമായി പറയാം. ഇപ്പം നിങ്ങൾ പറയുക പാർട്ട് 4A ആർട്ടിക്കിൾ 51A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഞാൻ പറഞ്ഞ ഈ 3 വാക്ക് നിങ്ങളുടെ മനസ്സിൽ ഇട്ടേക്ക്. കാരണം ഇതിൽ ഏത് വേണോ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഒന്നുകിൽ ചോദിക്കും പാർട്ട് 4A വാസ് ആഡഡ് അണ്ടർ വിച്ച് അമെൻമെൻറ്റ് ആക്ട്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 51A വാസ് ആഡഡ് അണ്ടർ വിച്ച് അമെൻമെൻറ്റ് ആക്ട്, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വെയർ ആഡഡ് അണ്ടർ വിച്ച് അമെൻമെൻറ്റ് ആക്ട്. ഒറ്റ ഉത്തരമേ ഉള്ളൂ, 42nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976. ക്ലിയർ ആയല്ലോ? ഓക്കെ ആയല്ലോ? അപ്പോൾ ഒഴിവാക്കപ്പെട്ട ഒരു പാർട്ടിനെ കുറിച്ച് പറഞ്ഞു, കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു പാർട്ടിനെ കുറിച്ച് പറഞ്ഞു. ഇനി 3 എണ്ണവും കൂടിയുണ്ട്. ശ്രദ്ധിക്കുക. അടുത്തത് പാർട്ട് 9A. 9A. 9 ഒഴിവാക്കപ്പെട്ടിരുന്നു. ആ 9ൽ പഞ്ചായത്ത് രാജ് വന്നു. അടുത്തത് അപ്പോൾ 9 നേരത്തെ ഉള്ള പാർട്ട് തന്നെയാണ്. ഇനി പാർട്ട് 9A മുനിസിപ്പാലിറ്റീസ് ഓർ നഗരപാലികാ ബിൽ. നഗരപാലികാ ബിൽ അഥവാ മുനിസിപ്പാലിറ്റീസ് ആക്ട് ആണ് പാർട്ട് 9A പ്രതിനിധാനം ചെയ്യുന്നത്.
അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, മുനിസിപ്പാലിറ്റീസ് ആക്ട് ഓർ നഗരപാലിക ബിൽ വാസ് ആഡഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ വിച്ച് അമെൻമെന്റ് ആക്ട് പറഞ്ഞില്ല ഞാൻ. അതായത് ഇത് ഉൾപ്പെടുത്തിയ അമെൻമെന്റ് ആക്ട് 74th അമെൻമെന്റ് ആക്ട് ഓഫ് 1992. 73rd പറയരുത്, 73rdiലൂടെയാണ് പഞ്ചായത്തി രാജ് വന്നത്. അതിപ്പം ഞാൻ പറയാത്ത എന്താണ്, 9 എന്നുള്ള പാർട്ട് അവിടെ ഉണ്ട്. നമ്മളിപ്പോൾ അഡീഷണൽ പാർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് 9A പറഞ്ഞു. ആദ്യം 9A നഗരപാലിക ബിൽ, മുനിസിപ്പാലിറ്റീസ് ആക്ട് ആഡഡ് ബൈ വിച്ച് അമെൻമെന്റ് ആക്ട്? 74th അമെൻമെന്റ് ആക്ട് ഓഫ് 1992. അപ്പോൾ അവിടെയും ആർട്ടിക്കിൾ വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞല്ലോ, ഇതിലും കൂടെ ഞാൻ പറയാം. ആർട്ടിക്കിൾ 243 243P മുതൽ ആർട്ടിക്കിൾ 243P2 243Z വരെയുള്ള ആർട്ടിക്കിളിലാണ് മുനിസിപ്പാലിറ്റീസ് ആക്ട്. നമ്മൾ 9 പഞ്ചായത്ത് രാജിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ പറയും 243 to 243O വരെയാണ്. അടുത്തത് പി തുടങ്ങുന്നത് മുനിസിപ്പാലിറ്റീസ് ആക്ട്. അത് നമ്മൾ ഇപ്പം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകണ്ട. ഞാൻ പഞ്ചായത്ത് രാജ് ആക്ട് നമുക്ക് പഠിക്കാനുണ്ട്, പഞ്ചായത്ത് രാജ് എന്ന ടോപ്പിക് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അവിടെ വിശദമായി നമുക്കത് ചർച്ച ചെയ്യാം. ഇപ്പം ഈ പറയുന്ന ഈ പാർട്ട് മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ച് കൊടുക്കുക. അപ്പം പാർട്ട് 9A ആഡഡ് ബൈ കോൺസ്റ്റിറ്റ്യൂന്റ് അമെൻമെന്റ് ആക്ട് ഏതാണ്? ഏത് അമെൻമെന്റ് ആക്ട് ആണ് ഇത് കൂട്ടിച്ചേർത്തത്? 74th അമെൻമെന്റ് ആക്ട് ഓഫ് 1992. ക്ലിയർ അല്ലേ? പ്രതിപാദിക്കുന്ന വിഷയം എന്താണ്? മുനിസിപ്പാലിറ്റീസ്. ഇനി അപ്പോൾ 2 എണ്ണമായി, 4Aയുമായി 9Aയുമായി. ഇനി 9B അടുത്ത കൂട്ടിച്ചേർത്തത് 9B. അത് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല, 2000-ന് ശേഷമൊക്കെയാണ് 9B കൂട്ടിച്ചേർത്തത്. 9B നിർബന്ധമായും പഠിക്കണം. പാർട്ട് 9B ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. സഹകരണ സംഘങ്ങൾ ആണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഏതിലൂടെ? അമെൻമെന്റ് കൂടി ഓർക്കുക, 97th അമെൻമെന്റ് ആക്ട് ഓഫ് 2011. 2011 97ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉൾപ്പെടുത്തിയത്. അതിൻ്റെ ആർട്ടിക്കിൾ കൂടി പഠിക്കുക, ആർട്ടിക്കിൾ 43B. ക്ലിയറായി ഞാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിലുണ്ടാകണം, ഇത് കുറിച്ചെടുക്കണം. ഇതൊന്നും ഇങ്ങനെ നമുക്ക് ഇതിൽ കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോട്ട് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ക്ലാസ് ആവർത്തിച്ച് കണ്ടിട്ട് നോട്ട് കുറിച്ചെടുത്ത് നിങ്ങൾ പഠിക്കണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? അപ്പം 3 എണ്ണമല്ലേ ആയുള്ളൂ, 4A 9A 9B. ഇനി ഒന്നുകൂടിയുണ്ട്, അതേതാണ്? 14A 14A. പാർട്ട് 14A 14A. എന്താ 14Aയിൽ പ്രതിപാദ്യ വിഷയം? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. പുതിയൊരു ചാപ്റ്ററാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. പാർട്ട് 14A. ആർട്ടിക്കിൾ കൂടെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 323A 323A. ആർട്ടിക്കിൾ 323Aയിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അഥവാ ആർട്ടിക്കിൾ 323A അഥവാ പാർട്ട് 14A വാസ് ആഡഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ വിച്ച് അമെൻമെന്റ് ആക്ട്? ഓർക്കാൻ വളരെ എളുപ്പമാണ്, 4A ഉൾപ്പെടുത്തിയ അതേ അമെൻമെന്റ് ആക്ട്, 42nd അമെൻമെന്റ് ആക്ട് ഓഫ് 1976. അപ്പോൾ ഒരു എളുപ്പമാർഗം ഞാൻ പറയാം ഇത് ഓർത്തിരിക്കാൻ. 4A 14A 4Aയും 14Aയും ഉൾപ്പെടുത്തിയത് ഒരേ അമെൻമെന്റ് ആക്ട് ആണ്, 42nd അമെൻമെന്റ് ആക്ട് 1976. ഓക്കെ ആയോ? ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ നമുക്ക് അത് തൽക്കാലം അവിടെ അവസാനിപ്പിക്കാം. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? 8 ഷെഡ്യൂൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് എത്രയായി മാറി? 12 ഷെഡ്യൂളായി മാറി. 8 ഷെഡ്യൂളേ ഉണ്ടായിരുന്നുള്ളൂ, 12 ഷെഡ്യൂളായി മാറി. അതെങ്ങനെ സംഭവിക്കുന്നു നോക്കാം. അപ്പോൾ അഡീഷൻ വന്നത് ഏതൊക്കെയാണ്? ഷെഡ്യൂൾ 9, 10, 11 ആൻഡ് 12. 8 വരെ ഉണ്ടായിരുന്നു, അവസാനത്തെ 4 9, 10, 11, 12. അവിടെയും ഇതുപോലെ വെറുതെ വരൂലല്ലോ. അതിൻ്റെ പിന്നിലൊക്കെ അമെൻമെന്റ് ആക്ട് ഉണ്ട്. പഠിക്കണം, നന്നായി പഠിക്കണം. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്,
ഷെഡ്യൂൾ 9 വാസ് ആഡഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ വിച്ച് അമെൻമെൻറ്റ് ആക്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ 9ാം ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏത്? ഇപ്പം പഠിക്കണം. ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട് 1951. 1951 1ാം ഭരണഘടനാ ഭേദഗതി ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ടിലൂടെയാണ് 9th ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയത്. ഓർക്കാൻ വളരെ എളുപ്പമാണ്. 9th ഷെഡ്യൂൾ വാസ് ആഡഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട് 1951. എന്താണ് 9th ഷെഡ്യൂൾ ഡീൽ ചെയ്യുന്നത്? അതിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണം. ലാൻഡ് റിഫോംസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ, ദി ഷെഡ്യൂൾ വിച്ച് ഡീൽസ് വിത്ത് ലാൻഡ് റിഫോംസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം എന്താണ്? 9th ഷെഡ്യൂൾ ആഡഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ വിച്ച് അമെൻമെൻറ്റ് ആക്ട്? ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട് 1951. ക്ലിയർ ആയല്ലോ? ഷെഡ്യൂളുകൾ നമുക്ക് പിന്നീട് ഒരവസരത്തിൽ 1 മുതൽ 12 വരെയുള്ള ഷെഡ്യൂൾ ഞാൻ വിശദമായി എടുത്തു തരാം. അത് മറ്റൊരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടെടുക്കാം. ഇതിലേക്ക് ഉൾപ്പെടുത്തിയാൽ ഇത് ഇങ്ങനെ തീരൂല. ഈ ഒറ്റ പോയിന്റ് തന്നെ നമ്മൾ നിൽക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ പറയുന്നത് അഡീഷണൽ വന്നത് 9th ഷെഡ്യൂൾ. ഇനി 10th ഷെഡ്യൂൾ, വെരി ഇമ്പോർട്ടൻറ്റ്. 10th ഷെഡ്യൂൾ വാസ് ആഡഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ വിച്ച് അമെൻമെൻറ്റ് ആക്ട്? 52nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1985. 1985 52ാം ഭേദഗതിയിലൂടെയാണ് 10th ഷെഡ്യൂൾ വാസ് ആഡഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ. 10th ഷെഡ്യൂൾ ഡീൽസ് വിത്ത് ആൻറ്റി ഡിഫെക്ഷൻ ലോ, കൂറുമാറ്റ നിരോധന നിയമം. അപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ആൻറ്റി ഡിഫെക്ഷൻ ലോ? 10th ഷെഡ്യൂൾ. 10th schedule or anti-defection law was added to the constitution under which amendment act? 52nd amendment act of 1985. ആരായിരുന്നു ആ സമയത്ത് പ്രധാനമന്ത്രി? ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഹു ഇൻട്രൊഡ്യൂസ്ഡ് ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്ന് ചോദിച്ചാൽ രാജീവ് ഗാന്ധി. അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. 52nd അമെൻമെൻറ്റൊക്കെ അമെൻമെൻറ്റിൽ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വിശദീകരിച്ച് അത്തരത്തിലുള്ള അനുബന്ധ ചോദ്യങ്ങൾ കൂടി പഠിക്കാം. ഞാനിപ്പോൾ ഒന്ന് സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ ആയല്ലോ? അപ്പോൾ 9th ഷെഡ്യൂൾ ആഡ് ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞു, 10th ഷെഡ്യൂൾ ആഡ് ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞു. 11th ഷെഡ്യൂൾ വാസ് ആഡഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ 73rd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1992. നേരത്തെ ഞാൻ പറഞ്ഞു പഞ്ചായത്തി രാജ്. 11th ഷെഡ്യൂൾ ഡീൽസ് വിത്ത് പഞ്ചായത്തി രാജ് പാർട്ട് 9. ഓർമ്മയുണ്ടോ നേരത്തെ പറഞ്ഞത്? പാർട്ട് 9. അപ്പോൾ 11th ഷെഡ്യൂൾ വാസ് ആഡഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ 73rd അമെൻമെൻറ്റ് ആക്ട് 1992. 73rd അമെൻമെൻറ്റ് ആക്ട് ഈസ് ആൾസോ നോൺ ആസ് പഞ്ചായത്ത് രാജ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് ആക്ട് ഇൻ ഇന്ത്യ അങ്ങനെ പറയണം. 73rd അമെൻമെൻറ്റ് ആക്ട് ഈസ് ആൾസോ നോൺ ആസ് പഞ്ചായത്ത് രാജ് ആക്ട് ഇൻ ഇന്ത്യ. അതാണ് പഞ്ചായത്ത് രാജ് ആക്ട്. അതിലൂടെയാണ് പഞ്ചായത്ത് രാജ് ഉൾപ്പെടുത്തിയത്. ഓക്കെയാണോ? ഭരണഘടന ഉൾപ്പെടുത്തിയത്. ഇനി ഒന്നുകൂടിയല്ലേ ഉള്ളൂ? ഒന്നുകൂടിയല്ല, അതെ ഒന്നുകൂടിയേ ഉള്ളൂ. 11th കഴിഞ്ഞു. അടുത്ത 12th ഷെഡ്യൂൾ. 12th ഷെഡ്യൂൾ വാസ് ആഡഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ 74th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1992 തന്നെ. 73rd 74th 1992 തന്നെയാണ് പാസ്സാക്കിയത്. 74th അമെൻമെൻറ്റ് ആക്ടിലൂടെ വന്നത് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നഗരപാലികാ ബിൽ, മുനിസിപ്പാലിറ്റീസ് ആക്ട്, നഗരപാലികാ ബിൽ, മുനിസിപ്പാലിറ്റി. അപ്പം 12th ഷെഡ്യൂൾ ഡീൽ ചെയ്യുന്ന എന്താണ്? മുനിസിപ്പാലിറ്റീസ് ആക്ട്. ക്ലിയർ ആയോ? ഈ പോയിന്റ് നമ്മൾ ഇച്ചിരി അധികം കാര്യങ്ങൾ പറയാൻ കാരണമാക്കി. നല്ല കാര്യങ്ങളാണ്, അതെല്ലാം നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോളുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകും. അപ്പോൾ ഒറിജിനലി ദി കോൺസ്റ്റിറ്റ്യൂഷൻ കൺസിസ്റ്റഡ് ഓഫ് എ പ്രിയാമ്പിൾ, 22 parts, 8 schedules and 395 articles. Presently, Indian Constitution has a preamble, 25 parts, 12 schedules and 470 plus articles. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? അപ്പോൾ ഇതൊക്കെ ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ബൾക്കിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി വേൾഡ്. കാരണം ഇത്രയും ആർട്ടിക്കിളുകൾ, ഇത്രയും പാർട്സ്, ഇത്രയും ഷെഡ്യൂളുകൾ, ഇതൊക്കെ ഉൾക്കൊള്ളണമെങ്കിൽ അത് ലെങ്തിയസ്റ്റ് ആയിട്ട് മാറില്ലേ? തീർച്ചയായിട്ടും. ഇനിയും നമുക്ക് പറയാം കാരണങ്ങൾ. ഇൻ അഡീഷൻ ടു ദീസ് ഫാക്ടേഴ്സ്, ജിയോഗ്രഫിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് ഹാവ് contributed the elephantic size of Indian Constitution.
ഇതിൻ്റെ വലിയ സൈസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ഇനിയും ഘടകങ്ങളുണ്ട്. ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ജിയോഗ്രഫിക്കൽ പറഞ്ഞാൽ ഇന്ത്യ ഈ വാസ്റ്റ് ആൻഡ് ഡൈവേഴ്സ് ഇൻ നേച്ചർ. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് വാസ്റ്റ് കൺട്രിയാണ്, ഡൈവേഴ്സ് ഇൻ നേച്ചറാണ്, വളരെ വൈവിധ്യമാർന്ന വളരെ വിശാലമായ രാജ്യമാണ്. അപ്പോൾ അതത്രയും കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾക്കൊള്ളണമെങ്കിൽ ലെന്തിയസ്റ്റ് ആവില്ലേ. ഇനി ഹിസ്റ്റോറിക്കൽ പാർട്ടും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു പറഞ്ഞാൽ എന്താണ്? ഹിസ്റ്റോറിക്കൽ പാർട്ട് എന്ന് പറഞ്ഞാൽ സോ മെനി തിങ്സ് വി ബോറോഡ് ഫ്രം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഈസ് ദി ബൾക്കിയസ്റ്റ് ആക്ട്. അത് ഏറ്റവും വലിയ ആക്റ്റാണ്. അപ്പോൾ ആ ആക്ടിൻ്റെ സ്വാധീനം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ ബൾക്കിയസ്റ്റായി മാറും. ഇതൊക്കെയാണ് ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ്. പിന്നെ ജിയോഗ്രഫിക്കൽ ഫാക്ട്, വാസ്റ്റ് കൺട്രിയാണ്, ഡൈവേഴ്സ് ഇൻ നേച്ചറാണ്. കൂടാതെ ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ലെന്തിയസ്റ്റാക്കി മാറ്റുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുമോ? ഉണ്ടാകണം, നിർബന്ധമായി ഉണ്ടാകണം. അത് പരീക്ഷകൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരാവുന്ന കാര്യങ്ങളാണ് ഇതിൽ അത്രയും ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ അതുണ്ടാകും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി ഞാൻ അടുത്ത ഫീച്ചറിലേക്ക് പോവുകയാണ്. അടുത്ത രണ്ടാമത് പറയുന്നു, നോക്കൂ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ഭരണഘടനയാണ്. ഈ എന്ത് കടം വാങ്ങി എന്ന് ചോദിക്കരുത്, എന്താണ് കടം വാങ്ങാത്തതെന്ന് ചോദിക്കുക. എവിടെ നിന്ന് കടം വാങ്ങിയെന്നും ചോദിക്കരുത്, എവിടെ നിന്ന് കടം വാങ്ങിയില്ല എന്ന് ചോദിക്കുക. അങ്ങനെ വിവിധ രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ നിന്ന് വിവിധ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിനെ ഞാൻ 3 പാർട്ടാക്കി പറയാം. സ്ട്രക്ചറൽ പാർട്ട് ബോറോഡ് ഫ്രം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ഘടനാപരമായിട്ടുള്ള സ്ട്രക്ചറൽ പാർട്ട് മൊത്തം കടം വാങ്ങിയിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. അങ്ങനെയാണെങ്കിൽ ദി ഫിലോസഫിക്കൽ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിനി പഠിക്കും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ്. ഇതൊക്കെയാണ് ഫിലോസഫിക്കൽ പാർട്ട്, തത്വചിന്താപരമായിട്ടുള്ള ഭാഗം. എവിടെ നിന്ന് കടം വാങ്ങി? അമേരിക്ക ആൻഡ് അയർലൻഡ്. നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അമേരിക്ക ആൻഡ് അയർലൻഡിൽ നിന്ന് കടം വാങ്ങി. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പൊളിറ്റിക്കൽ പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പൊളിറ്റിക്കൽ പാർട്ട് കടം വാങ്ങിയത് ബ്രിട്ടനിൽ നിന്നാണ് പൊളിറ്റിക്കൽ പാർട്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ബോറോഡ് സ്ട്രക്ചറൽ പാർട്ട് ഫ്രം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935, ഫിലോസഫിക്കൽ പാർട്ട് ഫ്രം അമേരിക്ക ആൻഡ് അയർലൻഡ്, ദെൻ പൊളിറ്റിക്കൽ പാർട്ട് ഫ്രം ബ്രിട്ടൻ. ഇനി നമുക്ക് ഇവിടെ ഈ ബോറോയിങ് സോഴ്സിൽ നിന്ന് 1 മാർക്കിന് എല്ലാ പരീക്ഷകൾക്കും ഉണ്ട്. അത് PSC ആയാലും UPSC പരീക്ഷയായാലും സാധാരണ ജനറൽ പരീക്ഷയായാലും HSST പോലെയുള്ള പരീക്ഷയായാലും ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് പോലെയുള്ള പരീക്ഷയായാലും ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം 1 മാർക്ക്. ഏത്? ബോറോയിങ് സോഴ്സിൽ നിന്നൊരു മാർക്ക്. അപ്പം നമുക്ക് അതുകൂടി പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉൾക്കൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞു ഞാൻ. കൂടുതൽ ഐഡിയാസ് അവിടെ നിന്നാണ്. ഏത് രാജ്യത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കടം വാങ്ങിയെന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, ബ്രിട്ടനിൽ നിന്ന് തന്നെയാണ്. പൊളിറ്റിക്കൽ പാർട്സ് ബ്രിട്ടനിൽ നിന്ന് തന്നെയാണ് കടം വാങ്ങിയത്. അപ്പം ഞാൻ ബ്രിട്ടനിൽ നിന്ന് കടം വാങ്ങിയ കാര്യം ആദ്യം ഒന്ന് പറയാം. പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് കാര്യങ്ങളുണ്ട്, എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 10 പോയിന്റ് ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. അതിൽ നിന്നാണ് വിവിധ പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ്? പാർലമെൻ്ററി സിസ്റ്റം അതിലുൾപ്പെട്ടതാണ് അടുത്ത പറയുന്നത്, പക്ഷേ എടുത്ത് ചോദിക്കുന്നതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് ആയിട്ട് പറയുകയാണ്. പാർലമെൻ്ററി സിസ്റ്റം, ബൈക്യാമറലിസം, ദ്വിമണ്ഡല സമ്പ്രദായം എന്നൊക്കെ മലയാളത്തിൽ പറയും. പാർലമെൻ്ററി സിസ്റ്റം, ബൈക്യാമറലിസം, ക്യാബിനറ്റ് സിസ്റ്റം, നമ്മുടെ മന്ത്രിസഭ എന്നൊക്കെ പറയുന്ന ക്യാബിനറ്റ് സിസ്റ്റം, ഇലക്ട്രൽ സിസ്റ്റം, തെരഞ്ഞെടുപ്പ് സമ്പ്രദായം, ഇലക്ട്രൽ സിസ്റ്റം, ദെൻ സിംഗിൾ സിറ്റിസൺഷിപ്പ്, നമ്മുടെ ഏകപൗരത്വം, സിംഗിൾ സിറ്റിസൺഷിപ്പ്, എനാക്ട്മെൻ്റ് ഓഫ് ലോ, നിയമനിർമ്മാണം, റൂൾ ഓഫ് ലോ, നിയമവാഴ്ച, റിട്സ്, റിട്ടുകൾ, ഓഫീസ് ഓഫ് CAG എന്ന പദവി, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, നമ്മളിനി പഠിക്കും ആ CAG എന്ന പദവി, ദെൻ സ്പീക്കർ എക്സെട്ര. ഏതാണ്ട് 10ഓളം ആയി എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം.
അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ബ്രിട്ടനിൽ നിന്ന് കടം വാങ്ങി? ഇതിൽ നിന്ന് ഒരു മാർക്കിന് എപ്പോഴും എല്ലാ പരീക്ഷകൾക്കും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം, ബ്രിട്ടനിൽ നിന്ന് കടം വാങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡിയാസ്, ആശയങ്ങൾ ഇതൊക്കെയാണ്: പാർലമെൻ്ററി സിസ്റ്റം, ബൈക്യാമറലിസം, ക്യാബിനറ്റ് സിസ്റ്റം, ഇലക്ട്രൽ സിസ്റ്റം, സിംഗിൾ സിറ്റിസൺഷിപ്പ്, എനാക്ട്മെൻറ്റ് ഓഫ് ലോ, റൂൾ ഓഫ് ലോ, റിട്സ്, CAG, ഓഫീസ് ഓഫ് CAG, സ്പീക്കർ, എക്സെട്ര. ഇത്രയും നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ ഒരു മാർക്ക് പ്രതീക്ഷിക്കാം. ഇത് ബ്രിട്ടനിൽ നിന്ന്. അപ്പോൾ അടുത്തത് USA നിന്നും കൂടെ നമുക്ക് പെട്ടെന്ന് നോക്കാം. ബോറോഡ് ഐഡിയാസ് ഫ്രം USA നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് കടം വാങ്ങിയത്? പ്രിയാമ്പിൾ, അവിടെ മുതൽ തുടങ്ങണം. ആമുഖം നമ്മൾ അടുത്ത ടോപ്പിക്കാണ്, പഠിക്കാനുള്ളതാണ്. പ്രിയാമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. ദെൻ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ സിസ്റ്റം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ സിസ്റ്റം, ഇംപീച്ച്മെൻറ്റ്, രാഷ്ട്രപതിയൊക്കെ പുറത്താക്കുന്ന നടപടിക്രമമാണ്. രാഷ്ട്രപതി മാത്രമല്ല, ജഡ്ജിമാർ, CAG, ഇങ്ങനെയൊക്കെ പലരെയും പുറത്താക്കുന്ന നടപടിക്രമത്തിൻ്റെ പേരാണ് ഇംപീച്ച്മെൻറ്റ്. ആ ഇംപീച്ച്മെൻ്റ് എന്ന ആശയം ഇന്ത്യ കടം വാങ്ങിയത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. തീർന്നില്ല, ജുഡീഷ്യൽ റിവ്യൂ പവർ, എ സ്പെഷ്യൽ പവർ ഓഫ് കോർട്ട്. ഞാൻ പിന്നീട് നമുക്കത് വിശദീകരിച്ച് പഠിക്കാം, എന്താണെന്ന് വരുന്നുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിലൊക്കെ പറയുന്നുണ്ട് ജുഡീഷ്യൽ റിവ്യൂ പവർ. തീർന്നില്ല, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലിഖിത ഭരണഘടന എന്ന ആശയം. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദി ഓൾഡസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി വേൾഡ്. ഇറ്റ് ഈസ് ദി ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി വേൾഡ്. ഇറ്റ് ഈസ് ദി ഷോർട്ടസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി വേൾഡ്. ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ ഉണ്ടാകട്ടെ. ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഓൾഡസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഷോർട്ടസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അവിടെ നിന്നാണ് നമ്മൾ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ആശയം കടം വാങ്ങിയത്. ഒന്നുകൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഫങ്ഷൻസ് ഓഫ് വൈസ് പ്രസിഡന്റ്, ഉപരാഷ്ട്രപതിയുടെ ധർമ്മങ്ങൾ. ഇത്രയും കാര്യങ്ങൾ അമേരിക്കയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കുക. ഒന്നുകൂടി ഞാൻ പറയാം. പ്രിയാമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ സിസ്റ്റം, ഇംപീച്ച്മെൻറ്റ്, ജുഡീഷ്യൽ റിവ്യൂ പവർ, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ദെൻ ഫങ്ഷൻസ് ഓഫ് വൈസ് പ്രസിഡന്റ്, എക്സെട്ര. മതി. ഇനി ഫിലോസഫിക്കൽ പാർട്ട് അമേരിക്കയിൽ നിന്ന്, അതുപോലെ തന്നെ നമ്മൾ എവിടെ നിന്ന് കടം വാങ്ങി? അയർലൻഡിൽ നിന്ന് കടം വാങ്ങി. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടം വാങ്ങി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടം വാങ്ങിയത്, അയർലൻഡിൽ നിന്ന് കടം വാങ്ങിയ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്താൽ മതി. അത് ഒരെണ്ണം ആദ്യം പറയുന്നത് സ്ഥിരം ചോദ്യമാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അയർലൻഡിൽ നിന്നാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അടുത്തത് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. നമ്മൾ ഇലക്ട്രൽ സിസ്റ്റം അല്ലാതെയുള്ള തെരഞ്ഞെടുപ്പ് സമ്പ്രദായമാണ് ബ്രിട്ടനിൽ എന്ന് പറഞ്ഞത്. എന്നാൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ അയർലൻഡിൽ നിന്നാണ് വാങ്ങിയത്. ഒന്നുകൂടി ഓർക്കണം, നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ ബൈ പ്രസിഡന്റ്. രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ടല്ലോ, അതും കടം വാങ്ങിയത് എവിടെ നിന്ന് തന്നെയാണ്? അയർലൻഡിൽ നിന്ന് കടം വാങ്ങിയത്. അപ്പോൾ അയർലൻഡിൽ നിന്ന് കടം വാങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഓർത്തോളൂ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ആൻഡ് ദി നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ക്ലിയർ ആയല്ലോ. ഇനി കാനഡയിൽ നിന്ന് കടം വാങ്ങിയതും കൂടെ മനസ്സിൽ നിന്ന് ഓർത്തോളുക. കാനഡയിൽ നിന്ന് ഫെഡറൽ സിസ്റ്റം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, റെസിഡ്യൂറി പവർ. ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കണം. ഫെഡറൽ സിസ്റ്റം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, റെസിഡ്യൂറി പവർ. അതൊക്കെ എന്താണെന്ന് പിന്നീട് പഠിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇപ്പം വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. തീർച്ചയായിട്ടും ഇതെല്ലാം കടം വാങ്ങിയത് എന്നാണ്. അപ്പോൾ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും, ഒരു ലിസ്റ്റ് കൂടെ ഉണ്ടല്ലോ, കൺകറൻറ്റ് ലിസ്റ്റ്. അതെവിടുന്ന് കടം വാങ്ങി? അത് ഓസ്ട്രേലിയയിൽ നിന്ന്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള 2-3 കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. ഓസ്ട്രേലിയയിൽ നിന്ന് എന്തൊക്കെയാണ്? കൺകറൻറ്റ് ലിസ്റ്റ്, ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് പാർലമെൻറ്റ്, പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം, ജോയിൻറ്റ് സെഷൻ എന്നോ ജോയിൻറ്റ് സിറ്റിംഗ് എന്നോ പറയുക. പിന്നെ വേണമെങ്കിൽ പറയുക ഇൻഡിപെൻഡൻറ്റ് ട്രേഡ്, സ്വതന്ത്ര വ്യാപാരം. ഈ 3 കാര്യം, ആദ്യത്തെ 2 മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഏതൊക്കെ? കൺകറൻറ്റ് ലിസ്റ്റ്, ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് പാർലമെൻറ്റ്. ഇതാണ് മാറിയും തിരിഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഡിപെൻഡൻറ്റ് ട്രേഡും കൂടെ ഓർമ്മയിൽ നിൽക്കട്ടെ. സ്വതന്ത്ര വ്യാപാരം. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഇനി ഫ്രാൻസിൽ നിന്ന് കടം വാങ്ങിയത്, ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് എന്താ നമ്മൾ കടം വാങ്ങിയത്? ആദ്യം പറയേണ്ട ഫ്രാൻസിൽ നിന്ന് കടം വാങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷ ചോദിക്കുന്നത് റിപ്പബ്ലിക്, ഐഡിയ ഓഫ് റിപ്പബ്ലിക്.
റിപ്പബ്ലിക് എന്ന ആശയം, റിപ്പബ്ലിക് എന്താണെന്ന് നമ്മൾ പഠിക്കും ഇനി. റിപ്പബ്ലിക് എന്ന ആശയം ഇനി ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്ന് നമ്മൾ സ്വാംശീകരിച്ച ആശയങ്ങളാണ്. അപ്പോൾ ഫ്രാൻസ് ഇത്രയും നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. ഏതാണ്? റിപ്പബ്ലിക്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി, ഫ്രാൻസിൽ നിന്ന് നമ്മൾ കടം വാങ്ങിയത്. ഇനി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇനി സാന്ദർഭികമായിട്ട് ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതാത് ആശയങ്ങൾ എവിടെ നിന്ന് കടം വാങ്ങി നമുക്ക് പഠിച്ചു പോകാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഇത്രയും പറഞ്ഞാണ്. ഇനി ഓരോന്ന് ഉള്ള കാര്യം കൂടെ ഞാൻ എളുപ്പം ഒന്ന് പറഞ്ഞു പോകാം. ഇപ്പം എമർജൻസി പ്രൊവിഷൻ, എമർജൻസിയുടെ ഐഡിയ കടം വാങ്ങിയത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 എന്നാണെങ്കിലും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്തുള്ള എമർജൻസിയാണ് നമുക്കുള്ളത്. അത് ജർമ്മനിയിൽ നിന്നാണ്. ഏത് രാജ്യത്ത് എന്ന് ചോദിച്ചാൽ ജർമ്മനി എന്ന് തന്നെ പറയണം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ സസ്പെൻഡ് ചെയ്തുള്ള എമർജൻസിയാണ് നമുക്കുള്ളത്. ആ ആശയം നമ്മൾ ജർമ്മനിയിൽ നിന്നാണ് കടം വാങ്ങിയത്. എന്നാൽ ഐഡിയ ഓഫ് എമർജൻസി എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രങ്ങളുടെ പേര് തന്നിട്ടില്ല എങ്കിൽ അതിൻ്റെ ഉത്തരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അതുപോലെ തന്നെ ഫെഡറൽ സിസ്റ്റം അതുപോലെയാണ്. കാനഡ എന്ന് പറഞ്ഞില്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് തന്നെ നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എവിടെ നിന്നാണ്? റൈറ്റ്സ് അമേരിക്കയിൽ നിന്നാണ്. ഡ്യൂട്ടീസ് USSRൽ നിന്നാണ്, പഴയ സോവിയറ്റ് റഷ്യയിൽ നിന്നാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന ആശയം. ഇനി ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്, ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്, സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് കടം വാങ്ങിയത്. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാനിവിടെ നിന്ന് നോട്ട് ചെയ്തു. ഇനി നമുക്ക് ഓരോ ടോപ്പിക്ക് പഠിക്കും. ആ ടോപ്പിക്ക് പഠിക്കുമ്പോൾ അത് ഇവിടെ നിന്ന് കടം വാങ്ങിയെന്ന് ഒന്നുകൂടി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും ആ കാര്യങ്ങൾ മനസ്സിലാകും, ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ പോയിന്റ് ക്ലിയർ ആയല്ലോ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഫീച്ചറും നിങ്ങൾക്ക് പിടികിട്ടി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ പോയിന്റിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് പാർട്ടിലി ഫ്ലെക്സിബിൾ ആൻഡ് പാർട്ടിലി റിജിഡ്. പാർട്ടിലി ഫ്ലെക്സിബിൾ ആൻഡ് പാർട്ടിലി റിജിഡ് എന്ന് പറഞ്ഞാൽ എന്താണോ? പാർട്ടിലി ഫ്ലെക്സിബിൾ ആൻഡ് പാർട്ടിലി റിജിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പോയിൻ്റാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്ലെക്സിബിൾ ഓർ റിജിഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നൈദർ വെരി ഫ്ലെക്സിബിൾ നോർ വെരി റിജിഡ്. ഇറ്റ് ഈസ് പാർട്ടിലി ഫ്ലെക്സിബിൾ ആൻഡ് പാർട്ടിലി റിജിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യം വ്യക്തമായി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ റിജിഡും ഫ്ലെക്സിബിളും എന്തെന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ ഇത് മനസ്സിലാവുള്ളൂ. നമ്മൾ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ക്യാൻ ബി ഈസിലി അമെൻഡഡ് ബൈ സിമ്പിൾ മെജോറിറ്റി. അതാണ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. Flexible constitution means a constitution which can be easily amended by simple majority. പാർലമെൻറ്റിലെ സിമ്പിൾ മെജോറിറ്റി കൊണ്ട് ഭേദഗതി ചെയ്യാൻ കഴിയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പേരാണ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിസ്ക്രൈബ് സർട്ടൺ ഡിഫിക്കൽട്ട് പ്രൊസീജിയർ ഫോർ ഇറ്റ്സ് ഓൺ അമെൻമെൻറ്റ്. സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെ മാത്രമേ ചില ഭരണഘടനകൾ ഭേദഗതി ചെയ്യാൻ കഴിയുള്ളൂ എങ്കിൽ ആ ഭരണഘടനയെ നമുക്ക് വിളിക്കാം റിജിഡ്. മലയാളത്തിൽ പറഞ്ഞാൽ അയവുള്ള ഭരണഘടന ഫ്ലെക്സിബിൾ, ദൃഢഭരണഘടന റിജിഡ്. മലയാള വാക്കുകൂടെന്ന് ഓർത്ത് വെച്ചോളൂ. നിങ്ങൾ മലയാള പരീക്ഷകളൊക്കെ, മലയാളം മീഡിയം വരുന്ന പരീക്ഷകളൊക്കെ എഴുതുമ്പോൾ ഈ വാക്കുകളൊക്കെ മനസ്സിലുണ്ടാകണം. അപ്പോൾ എന്താ നമ്മൾ പറയുന്നത്? ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷനാണോ റിജിഡ്? ഇന്ത്യൻ ഭരണഘടന അയവുള്ള ഭരണഘടനയാണോ ദൃഢഭരണഘടനയാണോ? നമ്മൾ പറയുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നൈദർ വെരി ഫ്ലെക്സിബിൾ നോർ വെരി റിജിഡ്. ഫ്ലെക്സിബിളും കൂടുതൽ ഫ്ലെക്സിബിളും അല്ല, കൂടുതൽ റിജിഡും അല്ല. അപ്പോൾ എന്താണ് നമ്മൾ പറയുന്നത്? പാർട്ടിലി ഫ്ലെക്സിബിൾ ആൻഡ് പാർട്ടിലി റിജിഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി അമെൻഡഡ്. അതായത് certain provisions of our constitution can be easily amended, certain other provisions can be amended by difficult procedure എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഇന്ത്യൻ ഭരണഘടനയിലെ ചില പ്രൊവിഷൻസ് നമുക്ക് വേഗം ഭേദഗതി ചെയ്യാം. അപ്പോൾ എന്ത് ക്യാരക്ടർ അവിടെ വരുന്നു? ഫ്ലെക്സിബിൾ ക്യാരക്ടർ. ചിലടത്ത് വളരെ സങ്കീർണമായ നടപടികളിലൂടെ മാത്രമേ ഭേദഗതി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ റിജിഡ് ക്യാരക്ടർ വരുന്നു. ഇല്ലേ? രണ്ടും ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരും. ഹൗ മെനി മെത്തേഡ്സ് ആർ ദെയർ ഫോർ അമെൻമെൻറ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഫോർ ദി അമെൻമെൻറ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദെയർ ആർ 3 മെത്തേഡ്സ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് 3 മാർഗങ്ങളിലൂടെയാണ്. ഏതൊക്കെയാണ് ആ 3 മാർഗങ്ങളും കൂടി നിങ്ങൾ മനസ്സിൽ വയ്ക്കണം. ഒന്ന്, ബൈ സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെൻറ്റ്.
ബൈ സിമ്പിൾ മെജോറിറ്റി ഓഫ് ഈച്ച് ഹൗസ് ഓഫ് പാർലമെൻറ്റ്. പാർലമെൻറ്റിലെ ഓരോ സഭയിലും സിമ്പിൾ മെജോറിറ്റി കൊണ്ട് ചില കാര്യങ്ങൾ ഭേദഗതിയാണ്. സിമ്പിൾ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ അർത്ഥം the members presenting and majority of more than 50% of the members presenting in the house and voting. അതാണ് സിമ്പിൾ മെജോറിറ്റി. സിമ്പിൾ മെജോറിറ്റി മീൻസ് മെജോറിറ്റി ഓഫ് മോർ ദാൻ 50% ഓഫ് ദി മെമ്പേഴ്സ് പ്രസൻറ്റിംഗ് ഇൻ ദി ഹൗസ് ആൻഡ് വോട്ടിംഗ്. ആ വാക്കാണ് പ്രധാനം, പ്രസൻറ്റിംഗ് ഇൻ ദി ഹൗസ് ആൻഡ് വോട്ടിംഗ്. സഭയിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരിൽ. വിശദമായി നമുക്ക് മെജോറിറ്റികൾ ഞാനൊരു ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ 4 തരം മെജോറിറ്റികൾ നമ്മൾ പഠിക്കും. സിമ്പിൾ മെജോറിറ്റി, അബ്സല്യൂട്ട് മെജോറിറ്റി, എഫക്റ്റീവ് മെജോറിറ്റി ആൻഡ് സ്പെഷ്യൽ മെജോറിറ്റി. അപ്പോൾ നമുക്കിതൊക്കെ വിശദമായി ചർച്ച ചെയ്യാം കേട്ടോ. എല്ലാം കൂടി ഇപ്പം പറയാൻ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടോപ്പിക്ക് അങ്ങനെ അങ്ങ് നിന്ന് പോകും. അതുകൊണ്ട് നമുക്ക് തൽക്കാലം നിങ്ങൾ ആ വാക്കുകളൊന്ന് ഓർമ്മിച്ച് വെച്ചുകൊള്ളുക. ഇത് അത്യാവശ്യമുള്ള കാര്യം ഞാൻ പറഞ്ഞു പോകാം. Certain provisions of our constitution can be amended by simple majority. Simple majority means majority of more than 50% of the മെമ്പേഴ്സ് പ്രസൻറ്റിംഗ് ഇൻ ദി ഹൗസ് ആൻഡ് വോട്ടിംഗ്. സഭയിൽ പങ്കെടുക്കുന്നവരിൽ പകുതി കൂടുതലല്ല, 50% കൂടുതലല്ല, പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരിൽ പകുതി കൂടുതലാണ് സിമ്പിൾ മെജോറിറ്റി. അത് മതി ചില കാര്യങ്ങൾ ഭേദഗതിയാൻ. അത് ഫ്ലെക്സിബിൾ ക്യാരക്ടറാണ്. ഫോർ എക്സാമ്പിൾ, ഇൻക്ലൂഷൻ ഓഫ് ലാംഗ്വേജ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയിൽ ഒരു ഭാഷ ഉൾപ്പെടുത്തൽ, ക്രിയേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്, പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരണം. ഇതൊക്കെ എന്ത് ക്യാരക്ടറാണ്? ഫ്ലെക്സിബിൾ ക്യാരക്ടറാണ്. എളുപ്പം സിമ്പിൾ മെജോറിറ്റിയോടുകൂടി ചെയ്യാവുന്നതാണ്. ബട്ട് സർട്ടൺ അതർ പ്രൊവിഷൻസ് ക്യാൻ ബി അമെൻഡഡ് ബൈ ഡിഫിക്കൽട്ട് പ്രൊസീജിയർ. അപ്പോൾ ഒരു 3 മാർഗം ഉള്ളതിൽ ഒന്ന് ബൈ സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെൻറ്റ്, പാർലമെൻറ്റിൻ്റെ സിമ്പിൾ മെജോറിറ്റി കൊണ്ട്. രണ്ടാമത് പറയുന്നത് ബൈ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെൻറ്റ്, പാർലമെൻറ്റിലെ 2/3 ഭൂരിപക്ഷം. അതിനെയാണ് സവിശേഷ ഭൂരിപക്ഷം അഥവാ സ്പെഷ്യൽ മെജോറിറ്റി, 2/3 മെജോറിറ്റി ഓഫ് പാർലമെൻറ്റ്. ഓരോ സഭയിലും പങ്കെടുക്കുന്നവരിൽ 2/3 ഭൂരിപക്ഷം വോട്ട് ചെയ്യണം. പക്ഷെ അവിടെ ഒരു കാര്യം കൂടെ ഓർക്കണം, അങ്ങനെ മാത്രം പറഞ്ഞാൽ സ്പെഷ്യൽ മെജോറിറ്റി ആവില്ല. 2/3 മെജോറിറ്റി ഓഫ് പാർലമെൻറ്റ് ആൻഡ് മെജോറിറ്റി ഓഫ് 50% ഓഫ് ദി ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദി ഹൗസ്. ഇപ്പം ലോകസഭയിൽ 2/3 ഭൂരിപക്ഷവും പങ്കെടുത്ത് വോട്ട് ചെയ്തവരുടെ 2/3 ഭൂരിപക്ഷം ഉണ്ട്. പക്ഷേ സിമ്പിൾ മെജോറിറ്റി, സ്പെഷ്യൽ മെജോറിറ്റി ആകണമെങ്കിൽ അത് പോരാ. അങ്ങനെ 2/3 മെജോറിറ്റിയും വേണം. ആ സഭയുടെ മൊത്തം അംഗങ്ങൾ എടുത്താൽ അതിലെ പകുതി കൂടുതലും സപ്പോർട്ടും കൂടെ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ സ്പെഷ്യൽ മെജോറിറ്റി ആവുള്ളൂ. മെജോറിറ്റി എടുക്കുമ്പോൾ നമുക്ക് വിശദീകരിച്ച് പറയാം. ഇപ്പോൾ ഒരുവിധം മനസ്സിലാക്കി പോയാൽ മതി. അപ്പോൾ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മെജോറിറ്റി ഓഫ് അല്ലെങ്കിൽ 2/3 മെജോറിറ്റി ഓഫ് ഹൗസ് ആൻഡ് മെജോറിറ്റി ഓഫ് ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദി ഹൗസ്. സഭയിൽ എത്ര അംഗങ്ങളുണ്ടോ അതിൻ്റെ പകുതി, പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരല്ല, സഭയിലെ മൊത്തം അംഗങ്ങളുടെ പകുതിക്ക് തുല്യമായിരിക്കണം, അല്ലെങ്കിൽ പകുതി ഉണ്ടായിരിക്കണം സഭയിലെ 2/3 മെജോറിറ്റി. 2/3 മെജോറിറ്റിയിൽ ഒരു പ്രമേയം പാസ്സാക്കി നോക്കിയപ്പോൾ സഭയിലെ മൊത്തം അംഗങ്ങളുടെ പകുതി ഇല്ല എങ്കിൽ അത് വാലിഡ് അല്ല, ഇൻവാലിഡ് ആയി പോകും. എന്നാൽ 2/3 മെജോറിറ്റിയിൽ ഒരു പ്രമേയം പാസ്സാക്കി സഭയിലെ മൊത്തം അംഗസംഖ്യയുടെ പകുതി കൂടുതലിൻ്റെ പിന്തുണ ഉണ്ട് എങ്കിൽ അവിടെ സ്പെഷ്യൽ മെജോറിറ്റി ആയി. അപ്പോൾ സിമ്പിൾ മെജോറിറ്റി ആയി, സ്പെഷ്യൽ മെജോറിറ്റി ആയി. ഇനി ഒന്നുകൂടെയുണ്ട്, സ്പെഷ്യൽ മെജോറിറ്റി ആൻഡ് റാറ്റിഫിക്കേഷൻ വിത്ത് ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്. ഇങ്ങനെ പാർലമെൻറ്റിലെ 2/3 ഭൂരിപക്ഷവും ഉണ്ടായിരിക്കണം. സംസ്ഥാന നിയമസഭകളുടെ പകുതി കൂടുതൽ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യണം. സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെൻറ്റ് ആൻഡ് റാറ്റിഫിക്കേഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്. മൊത്തം നിയമസഭകൾ എടുത്തു കഴിഞ്ഞാൽ, സംസ്ഥാന നിയമസഭകൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി പിന്തുണയ്ക്കുന്ന ഈ സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ചില കാര്യങ്ങൾ ഭേദഗതിയാൻ കഴിയുള്ളൂ. വലിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. സാരമില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. നമ്മൾ ഒരു ടോപ്പിക്ക് പാർലമെൻറ്റ് എടുക്കുമ്പോൾ ആ സ്പെഷ്യൽ മെജോറിറ്റീസ് മെജോറിറ്റീസ് ഇൻ ദി ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് മെജോറിറ്റീസ് ഇൻ ദി പാർലമെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് തന്നെ നമുക്ക് വിശദമായിട്ട് എടുക്കാം. ഒരു വീഡിയോ ക്ലാസ് അങ്ങനെ തന്നെ ഞാൻ എടുത്തു തരാം. അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഓർമ്മിച്ചോളുക, 3 തരത്തിലുള്ള ഭേദഗതി ഉണ്ട്. ഇതിലൊരു കാര്യം ഓർക്കണം, ആദ്യം പറഞ്ഞ സിമ്പിൾ മെജോറിറ്റി വാസ്തവത്തിൽ ആർട്ടിക്കിൾ 368 വരില്ല. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇത് എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ്. ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു ദി അമെൻമെൻറ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരം എന്ന് ചോദിച്ചാൽ ഇത് ഇപ്പം പഠിച്ചാൽ നിങ്ങൾ ജമ്മത്ത് മറക്കരുത്, കാരണം അത്ര പ്രധാനപ്പെട്ടതാണ്.
ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് അമെൻഡഡ് അക്കോർഡിംഗ് ടു വിച്ച് ആർട്ടിക്കിൾ 368 368 വകുപ്പിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്. അപ്പോൾ ഓർക്കണം, ഇവിടെ നമ്മൾ നേരത്തെ 3 തരം ഭേദഗതികൾ പറഞ്ഞല്ലോ. രണ്ടാമത് പറഞ്ഞത് മുതലാണ് ഇതിനകത്ത് വരുന്നത്. ആദ്യം പറഞ്ഞ ഒരു ഭേദഗതി ഇതിൻ്റെ പരിധിയിൽ വരുന്നതല്ല. എന്താണ് മെജോറിറ്റി ഓഫ് മോർ ദാൻ 50% ഓഫ് ദി മെമ്പേഴ്സ് പ്രസൻറ്റിംഗ് ഇൻ ദി ഹൗസ് ആൻഡ് വോട്ടിംഗ് എന്ന് പറയുന്ന സിമ്പിൾ മെജോറിറ്റി ഈസ് നോട്ട് കമ്മിങ് അണ്ടർ ദിസ് കാറ്റഗറി. ഏതിൽ വരില്ല? ആർട്ടിക്കിൾ 368 പരിധിയിൽ വരില്ല. പിന്നെ പറഞ്ഞ 2 കാര്യങ്ങളാണ് ഈ 368 പ്രകാരം ഭേദഗതി ചെയ്യുന്നത്. അത് അമെൻമെൻറ്റ് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വിശദീകരിക്കാം. ഒരുവിധ ഐഡിയ കിട്ടിയോ ഇപ്പോൾ? ഇനി വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് 20 ആണ്. 20ാം ഭാഗത്ത് അമെൻമെൻറ്റിനെ കുറിച്ച് പറയുന്നു. അമെൻമെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 368 ആണ്. അപ്പം പാർട്ട്ലി ഫ്ലെക്സിബിൾ ആണ്, പാർട്ട്ലി റിജിഡ് ആണ്. ചില കാര്യങ്ങൾ കൊണ്ടോ എളുപ്പം ഭേദഗതിയാന്ന് പറഞ്ഞു, ചില കാര്യങ്ങൾ 3/2 ഭൂരിപക്ഷം വേണം, ചിലത് 3/2 ഭൂരിപക്ഷം മാത്രം പോരാ. പാർലമെൻറ്റിലെ 3/2 ഭൂരിപക്ഷത്തിന് സംസ്ഥാന നിയമസഭകളിലെ പകുതി കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. കുറേ സ്ട്രോങ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാറ്റം വരുത്തണമെങ്കിൽ. ക്ലിയറായോ? അപ്പോൾ ആ 2 പോയിന്റുകൾ നിങ്ങൾക്ക് 3 പോയിന്റുകൾ മനസ്സിലായി. അടുത്ത വിചിനി എളുപ്പം നമുക്ക് പറഞ്ഞു പോകാം. ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയസ്. ഇവിടെ ഒരു ചോദ്യം വരും, ഈസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫെഡറൽ ഓർ യൂണിറ്ററി? നേരത്തെ ഫ്ലെക്സിബിൾ ഓർ റിജിഡ് എന്ന് ചോദിച്ചു അല്ലേ? അപ്പോൾ അത് രണ്ടും എന്താണെന്ന് പറ. യൂണിറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്ററി മീൻസ് ഓൾ പവേഴ്സ് ആർ കോൺസെൻട്രേറ്റഡ് അറ്റ് സെൻറ്റർ. എല്ലാ അധികാരവും കേന്ദ്രത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിൻ്റെ പേരാണ് യൂണിറ്ററി സിസ്റ്റം. അണ്ടർ യൂണിറ്ററി സിസ്റ്റം ദി സ്റ്റേറ്റ്സ് ഹാവ് നോ ഓട്ടോണമിക് പവർ. Under unitary system, states are responsible to obey blindly the orders and instructions given by the center. കേന്ദ്രം പറയുന്ന ആജ്ഞകൾ അനുസരിച്ച് കേന്ദ്രത്തിൻ്റെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കാൻ സംസ്ഥാനങ്ങൾ ബാധ്യസ്ഥരാണ് അണ്ടർ യൂണിറ്ററി സിസ്റ്റം. എന്നാൽ ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ ഫെഡറൽ സിസ്റ്റം there are 2 types of government, central government and state government. Both the government have autonomic power. 2 പേർക്കും autonomic power ഉണ്ട്. അതാണ് ഫെഡറൽ സിസ്റ്റം. കേന്ദ്ര ഗവൺമെൻറ് എന്നും സംസ്ഥാന ഗവൺമെൻറ് എന്നും 2 തരത്തിലുള്ള ഭരണ സംവിധാനം ഉണ്ട്. അതിൻ്റെ പേരാണ് നമ്മൾ പറയുന്ന ഏതാണ്? ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത്. ഇന്ത്യ ഫെഡറൽ സംവിധാനമാണ്. എന്തുകൊണ്ട്? ഇന്ത്യയിൽ യൂണിയൻ ഗവൺമെൻറ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്. യൂണിയൻ ഗവൺമെൻറ്റിന് ഓട്ടോണമിക് പവർ ഉണ്ട്, സ്വയംഭരണ അവകാശമുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഓട്ടോണമിക് പവർ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു ചോദ്യം വരും, അമേരിക്കൻ മോഡലുള്ള ഫെഡറൽ സംവിധാനമാണോ നമുക്കുള്ളത്? അല്ലേ അല്ല. അമേരിക്കയാണ് ശരിക്കും പ്യുവർ ഫെഡറലിസം. കേന്ദ്ര ഗവൺമെൻറ്റിനുള്ള അതേ അധികാരങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും ഉണ്ട്. നമുക്കങ്ങനെയാണോ? അല്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയസ്. യൂണിറ്ററിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ഫെഡറൽ സംവിധാനമാണ് നമുക്കുള്ളത്. ഈ ഫെഡറൽ സംവിധാനമാണ് നമ്മൾ കാനഡയിൽ നിന്ന് കടം വാങ്ങിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അല്ലാതെ അമേരിക്കയിൽ നിന്ന് കടം വാങ്ങിയെന്ന് പറയരുത്. അമേരിക്കയിൽ ഫെഡറൽ സിസ്റ്റം തന്നെയാണ്, പക്ഷേ അത് പ്യുവർ ഫെഡറലിസമാണ്. അവിടെ നോക്കൂ, നിങ്ങൾക്ക് അറിയാം, അവിടെയൊക്കെ ഈ കേന്ദ്രത്തിനുള്ള അതേ അധികാരങ്ങൾ സ്റ്റേറ്റിനുണ്ട്. പ്രത്യേക യൂണിയൻസ് സംഘടിപ്പിക്കാൻ സ്റ്റേറ്റിന് അവകാശമുണ്ട്. അല്ലെങ്കിൽ സൈന്യം, പ്രത്യേകിച്ച് സൈന്യം സംഘടിപ്പിക്കാനുള്ള അവകാശമുണ്ട് സ്റ്റേറ്റിന്. യൂണിയനിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള അവകാശമുണ്ട്. അത്ര വൈഡ് പവറാണ് സ്റ്റേറ്റുകൾക്കുള്ളത്. ഇവിടെ അങ്ങനെയല്ല. മോർ പവർ ഈസ് ഗിവൺ ടു സെൻറ്റർ. അതാണ് നമ്മുടെ, അതായത് അപ്പോൾ നമ്മൾ എന്താ അതിന് പറയുന്നത്? അതിനൊരു പേര് പറയും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഫെഡറൽ ഇൻ ടേം ബട്ട് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്. ഫെഡറൽ ഇൻ ടേം, പേരിൽ ഫെഡറൽ എന്ന് പറയും, ബട്ട് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്. യഥാർത്ഥത്തിൽ യൂണിറ്ററി എന്നുള്ള സ്പിരിറ്റാണ്. അപ്പോൾ ഫെഡറൽ ഇൻ ടേം ബട്ട് യൂണിറ്ററി ഇൻ സ്പിരിറ്റിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, കോസി ഫെഡറൽ. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് കോസി ഫെഡറൽ സംവിധാനമാണ് നമുക്കുള്ളത്. അല്ലാതെ ഒരിക്കലും നമുക്ക് എന്തില്ല, നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണമായ അധികാരമില്ല എന്ന് തന്നെ പറയാം. നോക്കൂ, നമുക്ക് 2 ക്യാരക്ടറും ഉണ്ട്. നമുക്ക് നോക്കൂ, ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദി യൂഷ്വൽ ഫീച്ചേഴ്സ് ഓഫ് ഫെഡറേഷൻ. ഫെഡറേഷൻ്റെ എല്ലാ സ്വഭാവവും, ഏതാണ്ട് മിക്കവാറുള്ള ഫെഡറേഷൻ്റെ സ്വഭാവം നമുക്കുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കൂ, ഫെഡറേഷൻ്റെ സ്വഭാവം
ടു ഗവൺമെൻറ്, രണ്ട് തരം ഗവൺമെൻറ് ഉണ്ട്. ഡിവിഷൻ ഓഫ് പവർ, അധികാര വിഭജനമുണ്ട്. റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, എല്ലാ ഇന്ത്യക്ക് ഒട്ടാകെ ഒരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്. സൂപ്പർമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഒറ്റ കോൺസ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ മേൽക്കോയ്മ അത് രാജ്യം ഒട്ടാകെ ബാധകമാണ്. അതുപോലെ പറയുന്നത് റിജിഡിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, റിജിഡ് പവർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഒരു ഭാഗത്ത്, അത് ഇവിടെ ഉണ്ട്. ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി വളരെ എന്താ പറയുന്നത്, ജുഡീഷ്യറി ഒരു ഇൻഡിപെൻഡൻ്റ്, അത് സ്വതന്ത്ര ജുഡീഷ്യറി ഉണ്ട്. ബൈക്യാമറലിസം, അതായത് രണ്ട് തരത്തിലുള്ള ഒരു സംവിധാനം, ഭരണ സംവിധാനമുണ്ട്. ഇതെല്ലാം നമ്മൾ പറയുന്നത് എന്താണ്, എന്തിൻ്റെ, ഫെഡറേഷൻ്റെ സ്വഭാവമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഫെഡറേഷൻ്റെ സ്വഭാവമല്ലേ ടു ഗവൺമെൻറ്. നമുക്ക് രണ്ട് തരം ഗവൺമെൻറ്റില്ലേ, കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും. അപ്പോൾ ഫെഡറേഷനായി. ഇനി ഡിവിഷൻ ഓഫ് പവർ, അധികാരം വിഭജിച്ച് കൊടുത്തിരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് കുറേ അധികാരങ്ങളുണ്ട്, സംസ്ഥാന ഗവൺമെൻറ് ഉണ്ട്. ഫെഡറേഷൻ്റെ സ്വഭാവമാണ്. റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യ ഒട്ടാകെ ഉള്ള റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അതിനകത്ത് വ്യക്തമായി സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളും കേന്ദ്രത്തിൻ്റെ അധികാരങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൂപ്പർമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ അനുസരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിനും ഉത്തരവാദിത്വമുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റിനും. ഫെഡറേഷൻ്റെ മറ്റൊരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ജുഡീഷ്യറി ഏതെങ്കിലും കേന്ദ്രത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല, എല്ലാം ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറിയാണ്, സ്വതന്ത്ര നീതിന്യായ സംവിധാനമാണുള്ളത്. ഒരു ബൈക്യാമറലിസം സംവിധാനമാണ്, ദ്വിമണ്ഡല സംവിധാനമാണ്. ഇതെല്ലാം ഫെഡറേഷൻ്റെ ക്യാരക്ടർ ഇന്ത്യക്കുണ്ട്. അടുത്ത് നോക്കൂ, ഇറ്റ് ആൾസോ കണ്ടെയ്ൻസ് എ ലാർജ് നമ്പർ ഓഫ് യൂണിറ്ററി ഫീച്ചേഴ്സും ഉണ്ട്. എന്താണ്, സ്ട്രോങ് സെൻറ്റർ. കണ്ട, യൂണിറ്ററി സ്വഭാവമല്ലേ, സ്ട്രോങ് സെൻറ്ററാണ് സ്ട്രോങ്. ദെൻ അടുത്ത സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒറ്റ കോൺസ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ, അത് എല്ലാവർക്കും ബാധകമാണ്. അടുത്ത് നോക്കൂ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഇന്ത്യക്ക് ആകെ, അതൊക്കെ കേന്ദ്രം തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. സിറ്റിസൺഷിപ്പിലേക്കൊന്നും നമുക്കൊരു അവകാശവുമില്ല. അപ്പോൾ ഇതൊക്കെ യൂണിറ്ററി സ്വഭാവം കാണിക്കുന്നതാണ്. അടുത്ത് നോക്കൂ, ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി ഫെഡറലിസത്തിന് ഉദാഹരണം എന്ന് പറഞ്ഞപ്പോഴും ഇവിടെ നമ്മൾ പറയുന്നു എന്താണ്, ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറിയാണ്, സംയോജിതമായ ജുഡീഷ്യറി. അത് യൂണിറ്ററിയുടെ ക്യാരക്ടർ ഫീച്ചറാണ്. അപ്പോയിൻമെൻറ്റ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് ബൈ ദി സെൻറ്റർ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ നിയമിക്കുന്നത് ആരാണ്, അപ്പോയിൻമെൻറ്റ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് ബൈ ദി സെൻറ്റർ. ശരിക്ക് അപ്പോയിൻമെൻ്റ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഗവർണർമാരെ നിയമിക്കുന്നത്. കണ്ട, കേന്ദ്രമല്ലേ ഗവർണർമാരെ നിയമിക്കുന്നത്. അതുപോലെ തന്നെ എമർജൻസി പ്രൊവിഷൻ, ഏത് സമയം വേണോ സംസ്ഥാനങ്ങളുടെ മേലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം, അല്ലേ, 356 വകുപ്പ് പ്രകാരം. ഇതൊക്കെ യൂണിറ്ററി ക്യാരക്ടർ ഉള്ളതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഫെഡറൽ ഇൻ ടേം ബട്ട് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്. അതിനെ നമ്മൾ വിളിക്കുന്നു ക്വാസി ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ. Who termed Indian Constitution as quasi-federal constitution? Who labeled Indian Constitution as quasi-federal constitution എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയണം KC വിയർ ആണ്. കെന്നത്ത് ക്ലിൻറ്റൺ വെയർ എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ അക്കാഡമിക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ക്വാസി ഫെഡറൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്, ഫെഡറൽ ഇൻ ടേം ബട്ട് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്. ഓക്കെ ആണോ, ക്ലിയർ ആകുന്നുണ്ടല്ലോ? അപ്പോൾ അതും കഴിഞ്ഞു. നോക്കൂ, നമ്മൾ ലാസ്റ്റ് ഈ വീഡിയോ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ വരുന്നു. പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ഫീച്ചേഴ്സ് ഇവിടെ തീരുന്നില്ല, അടുത്ത ഒരു ക്ലാസ്സും കൂടിയേ ഇത് പൂർണ്ണമാവുള്ളൂ. കുറേ പോയിന്റുകൾ ഇനിയും ഉണ്ട്, വലിയ ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് നമുക്കൊന്ന് മുറിക്കുന്നത്. 5 എണ്ണം ഇവിടെ പറയുകയാണ്. നോക്കൂ, പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവന ചെയ്യുന്നത് ഇതാണ്, പാർലമെൻ്ററി. നോക്കൂ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓപ്റ്റഡ് ഫോർ ബ്രിട്ടീഷ് പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് റാദർ ദാൻ ദി അമേരിക്കൻ പ്രസിഡൻഷ്യൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. അമേരിക്കയിൽ പ്രസിഡൻഷ്യൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആണ്, അതല്ല നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ബ്രിട്ടീഷ് മോഡലായിട്ടുള്ള പാർലമെൻ്ററി സിസ്റ്റമാണ് നമുക്കുള്ളത്. അമേരിക്കൻ മോഡൽ പ്രസിഡൻറ്റ് സിസ്റ്റം അല്ല, അമേരിക്കൻ മോഡലുള്ള പ്രസിഡൻഷ്യൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് അല്ല നമുക്കുള്ളത്. രാഷ്ട്രപതി ആണോ നമ്മുടെ എല്ലാ ഭരണം നടത്തുന്നതല്ല, തലവനൊക്കെ തന്നെയാണ്. നമ്മളൊരു എന്താ പറയുന്നത്, പാർലമെൻ്ററി സംവിധാനത്തിലൂടെ. അത് ഏതാണ് നമ്മൾ പറഞ്ഞു, അതൊക്കെ കടം വാങ്ങിയത് എവിടെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ബ്രിട്ടൻ. അപ്പം ബ്രിട്ടീഷ് മോഡലിലുള്ള പാർലമെൻ്ററി സമ്പ്രദായമാണ്, അല്ലാതെ അമേരിക്കൻ മോഡലിലുള്ള പ്രസിഡൻഷ്യൽ സമ്പ്രദായമല്ല നമുക്കുള്ളത്. ഇനി നോക്കൂ, എന്താണ് ഈ പാർലമെൻ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ, പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, അത് രണ്ടും ഒന്ന് നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി പോകുന്നത് നന്നായിരിക്കും. എന്താണ് പാർലമെൻ്ററി സിസ്റ്റം?
based on the principles of cooperation and coordination between legislative and executive organ. ലെജിസ്ലേറ്റീവ് ഓർഗണും എക്സിക്യൂട്ടീവ്, നിങ്ങൾക്കറിയാലോ ഗവൺമെൻറ്റിന് 3 ഘടകങ്ങളുണ്ട്: ദി ലെജിസ്ലേച്ചർ, ദി എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഇവിടെ പറയും നോക്കൂ, ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും തമ്മിൽ കോഓപ്പറേഷനോടുകൂടി പോകുന്ന ഒരു സിസ്റ്റത്തിൻ്റെ പേരാണ് പാർലമെൻ്ററി സിസ്റ്റം. നിയമനിർമ്മാണ സഭ നിയമം നിർമ്മിക്കുന്നു, അത് കാര്യനിർവഹണ സഭയായ എക്സിക്യൂട്ടീവ് അത് നടപ്പാക്കുന്നു. കോർഡിനേഷൻ ആൻഡ് കോഓപ്പറേഷൻ, ഇത് പാർലമെൻ്ററി സമ്പ്രദായത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. എന്നാൽ പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ്ഡ് ഓൺ ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ ബിറ്റ്വീൻ ദി 2 ഓർഗൺ. 2 സെപ്പറേറ്റ് ആയിട്ട് തന്നെ പ്രവർത്തിക്കുകയാണ്. പ്രസിഡന്റ് വേറെ, അതുപോലെ തന്നെ എന്താണ് അവിടുത്തെ ഭരണ സംവിധാനം വേറെ. അങ്ങനെ രീതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ലെജിസ്ലേച്ചറും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവും രണ്ടായി പ്രവർത്തിക്കും. അവിടെ ദർ ഈസ് നോ കോഓപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ. അതാണ് ബേസ്ഡ് ഓൺ ദി ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ. അധികാര വിഭജനമാണ്, സെപ്പറേഷൻ ഓഫ് പവർ ബിറ്റ്വീൻ 2 ഓർഗൺസ്. അപ്പോൾ ഇതാണ് പ്രസിഡൻഷ്യൽ സിസ്റ്റം. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മുടേത്? പാർലമെൻ്ററി സിസ്റ്റം. ദി പാർലമെൻ്ററി സിസ്റ്റം ഈസ് ആൾസോ നോൺ ആസ് വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ ഓഫ് ഗവൺമെൻറ്. അതുകൂടി നിങ്ങൾ ഓർക്കണം, വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരാം. പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഈസ് ആൾസോ നോൺ ആസ് എന്താണ്? വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ. നോക്കൂ, വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ ഓഫ് ഗവൺമെൻറ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇത്രയും? ഇനി അവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണ് പാർലമെൻ്ററി ഗവൺമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ്? അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മെജോറിറ്റി പാർട്ടി റൂളാണ്, അല്ലേ? നമ്മുടെ സിസ്റ്റം അങ്ങനെയല്ലേ? ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന പാർട്ടിയാണ് അധികാരം കൈയാളുന്നത്. ഏറ്റവും മെജോറിറ്റി പാർട്ടി അല്ലേ റൂളിംഗ് പാർട്ടിയായി മാറുന്നത്? മെജോറിറ്റി പാർട്ടി റൂൾ. അടുത്ത എന്താണ്? കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് എക്സിക്യൂട്ടീവ് ടു ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചറിന് കളക്റ്റീവ്, നോക്കൂ, ഈ എക്സിക്യൂട്ടീവിന് ലെജിസ്ലേച്ചറോട് കളക്റ്റീവായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി എക്സിക്യൂട്ടീവ്. നമ്മുടെ ഭരണ സംവിധാനത്തിന് നിയമസഭയോട് കൂട്ടുത്തരവാദിത്വമുണ്ട്. ഇതിൻ്റെ മറ്റൊരു ഫീച്ചറാണ്. അടുത്ത് നോക്കൂ, മെമ്പർഷിപ്പ് ഓഫ് മിനിസ്റ്റർ ഇൻ ദി ലെജിസ്ലേറ്റീവ്. ഈ ലെജിസ്ലേച്ചറിലൂടെ നിയമനിർമ്മാണ സഭകളിലൂടെ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലൂടെ വരുന്ന മെമ്പേഴ്സാണ് ആരായി മാറുന്നത്? ശരിക്കും മിനിസ്റ്റേഴ്സായി മാറുന്നത്. മിനിസ്റ്റേഴ്സ് നോക്കൂ, മെമ്പർഷിപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ദി ലെജിസ്ലേച്ചറിലുള്ളവർ മാത്രമേ, നിയമസഭയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ, സംസ്ഥാനത്തിലാണെങ്കിൽ, അവിടെയാണെങ്കിൽ നമുക്ക് ലോകസഭയിലൂടെ, അല്ലെങ്കിൽ അവിടെ വേറെ സഭയുണ്ടല്ലോ രാജ്യസഭ, എന്തായാലും സഭാംഗങ്ങൾക്ക് മാത്രമേ മന്ത്രിയാകാൻ കഴിയുകയുള്ളൂ. നമ്മുടെ പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയാണ്. ലീഡർഷിപ്പ് ഓഫ് പ്രൈം മിനിസ്റ്റർ ഓർ ചീഫ് മിനിസ്റ്റർ. കേന്ദ്രത്തിലാണെങ്കിൽ ആ ഗവൺമെൻറ്റിന്, ക്യാബിനറ്റിന് നേതൃത്വം കൊടുക്കുന്നത് പ്രൈം മിനിസ്റ്റർ ആകും, സംസ്ഥാനത്തിലാണെങ്കിൽ ചീഫ് മിനിസ്റ്റർ. അപ്പം പ്രൈം മിനിസ്റ്ററോ ചീഫ് മിനിസ്റ്ററോ ആയിരിക്കും ലീഡർ, ഈ റൂളിംഗ് പാർട്ടിയുടെ ലീഡറായി വരുന്നത്. ഡിസൊല്യൂഷൻ ഓഫ് ലോവർ ഹൗസ്, ലോകസഭ ഡിസോൾവ് ചെയ്യും. ലോകസഭ ഡിസോൾവ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? ലോകസഭ പിരിച്ചുവിടാം. എപ്പോഴും വേണോ ലോകസഭ പിരിച്ചുവിടാം രാഷ്ട്രപതിക്ക്. ഇനി 5 വർഷം കഴിയുമ്പോൾ, എപ്പോഴെന്ന് കാരണമില്ലാതെ പിരിച്ചുവിടില്ല, ഇനി 5 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ട് ലോകസഭ ഡിസോൾവ് ചെയ്യും, സംസ്ഥാന നിയമസഭ ഡിസോൾവ് ചെയ്യും. പക്ഷേ രാജ്യസഭയിൽ അത് നടക്കില്ല. രാജ്യസഭ ഡിസോൾവ് ചെയ്യുന്നില്ല. രാജ്യസഭ ഈസ് എ പെർമനൻ്റ് ഹൗസാണ്, അതൊരു സ്ഥിരം സഭയാണ്. അപ്പോൾ ഈ ക്യാരക്ടർ ഫീച്ചേഴ്സ് കൂടി നമ്മുടെ പാർലമെൻ്ററി ഗവൺമെൻറ്റിൻ്റെ ക്യാരക്ടർ ഫീച്ചേഴ്സ് കൂടി വളരെ എളുപ്പമാണ്. മെജോറിറ്റി പാർട്ടി റൂളാണ്, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. എപ്പോഴും എക്സിക്യൂട്ടീവിന് ലെജിസ്ലേച്ചറോട് ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും. പിന്നെ ലെജിസ്ലേച്ചറിലെ മെമ്പേഴ്സാണ് ശരിക്കും ആരായി മാറുന്നത്? മിനിസ്റ്റേഴ്സായി മാറുന്നത്. ലീഡർഷിപ്പ് ഓഫ് പ്രൈം മിനിസ്റ്റർ ഓർ ചീഫ് മിനിസ്റ്റർ. സംസ്ഥാനത്താണെങ്കിൽ ചീഫ് മിനിസ്റ്റർ, കേന്ദ്രത്തിലാണെങ്കിൽ ലീഡ് ചെയ്യുന്നത് ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഡിസൊല്യൂഷൻ ലോവർ ഹൗസ് ഡിസൊല്യൂഷൻ നടത്തും, ലോകസഭ പിരിച്ചുവിടും. എന്നാൽ അല്ലെങ്കിൽ പിരിച്ചുവിടും എന്ന് പറഞ്ഞാൽ പിരിയും, ഓരോ 5 വർഷം കഴിയുന്നതോറും ഡിസോൾവ് ചെയ്തിരിക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇനി അല്ലാതെ തന്നെ അതിനിടയ്ക്ക് വെച്ചാണെങ്കിൽ മന്ത്രിസഭയൊക്കെ രാജിവെക്കുമ്പോൾ അത് രാഷ്ട്രപതി അത് പിരിച്ചുവിടുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഈ 6ാമത്തെ പോയിന്റ് മുതൽ നമുക്ക് അടുത്തൊരു
ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ വലിയ വീഡിയോ ക്ലാസ്സായി പോകും, ഒരു ബോറിംഗ് ആയി തോന്നും. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുഹൃത്തുക്കളെ, നന്നായി പഠിച്ച് മുന്നോട്ട് പോവുക. എല്ലാവർക്കും വലിയ വിജയങ്ങളുണ്ടാകട്ടെ. നിങ്ങളുടെ വിജയത്തിന് നിമിത്തമാകാൻ സഹകാരി റൈസ് പ്ലസിനും അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഞങ്ങൾക്കൊക്കെ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഉടൻ തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.